ആകതാരിലാർത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഞാൻ ശിവപ്രസാദ് രാമൻകുട്ടി. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എൻജിനീയർ ആണ് ആസ് എ പ്രൊഫഷൻ. പാട്ട് ഒരു പാഷനായിട്ട് കൊണ്ടു കിടക്കുകയാണ്. എനിക്ക് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയായി. ഞാൻ പാടുന്ന പാട്ടുകൾ കുറച്ച് ആളുകൾ കേൾക്കാൻ തുടങ്ങി, അവർക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ അതൊരു മോട്ടിവേഷൻ കൂടെയായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാട്ട് എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് പാടാൻ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ചിറ്റ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റയും ഞാനും കൂടിയിട്ട് ആണ് പോകുന്നത് പാട്ട് പഠിക്കാൻ. അപ്പോൾ ചിറ്റയുടെ കൂടെ ചുമ്മാ ഇരിക്കും, ചിറ്റ പാടുന്നത് കേൾക്കും, ചിറ്റയുടെ കൂട്ടുകാരികളുണ്ടാവും, അത് കേൾക്കും. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ചിറ്റയുടെ കൂടെ ഞാൻ 1-2 പാട്ടുകൾ പഠിച്ചു, ചിറ്റ പാടുന്നത് കേട്ട്. പിന്നീട് എന്നെ കൊണ്ട് ചേർത്തു അവിടെ, ആ ടീച്ചറുടെ അടുത്ത് തന്നെ ചേർത്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, ചേർന്ന് നെക്സ്റ്റ് വീക്ക് തന്നെ എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ ഒരു 2-3 മാസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. മൊത്തത്തിൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയായി. അങ്ങനെ സംഗീതം അവിടെ ബ്രേക്കായി പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ടായാലും ഞാൻ ഇപ്പം ഈ ഒരു പാട്ട് പഠിച്ചു എന്ന് പറഞ്ഞില്ല, 1-2 കീർത്തനങ്ങൾ അവിടെ ഇവിടെയും കേട്ട് പഠിച്ചത് അത് മനസ്സിലുണ്ടായിരുന്നു. അതങ്ങനെ കുറേ നാളുണ്ടായിരുന്നു. പിന്നീട് പാടുന്നത് ആദ്യമായിട്ടൊരു സ്റ്റേജ് എനിക്ക് ഓർമ്മയിൽ വരുവാണെങ്കിൽ ചെമ്പൈ സംഗീതോത്സവം, അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചിറ്റയ്ക്ക് പാടാവസരം കിട്ടി. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് അന്നത്തെ കാലത്ത് അത് കിട്ടി. അപ്പോൾ ചിറ്റ അവിടെ പാടാൻ പോയപ്പോൾ എന്നെയും കൊണ്ടുപോയി. ഈ പാട്ട് പഠിക്കാൻ പോകുന്ന പോലെ തന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. ചിറ്റ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിറ്റയുടെ തൊട്ട് ബാക്കിൽ ഇരുന്ന് പാടി. അന്ന് എനിക്ക് തോന്നുന്നു ഒരു കർണാട്ടിക് കൃതിയാണ്, എനിക്ക് ഇപ്പം ഓർമ്മയില്ല, ഞാനിപ്പോൾ പാടാൻ എനിക്ക് അറിയില്ല. അപ്പോൾ കർണാട്ടിക് മ്യൂസിക് കോമ്പറ്റീഷൻസിനൊക്കെ എനിക്ക് തോന്നുന്നു 3-4 പഠിക്കുമ്പോൾ തന്നെ ഞാൻ ചുമ്മാ പേര് കൊടുക്കും. എന്നിട്ട് ഈ ചിറ്റ പാടി കേട്ട സംഭവങ്ങളൊക്കെ പാടി സ്കൂൾ ലെവലിലൊക്കെ എനിക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലളിതഗാനങ്ങൾ, ഗ്രൂപ്പ് സോങ്ങുകൾ, അങ്ങനത്തെ ഇവൻസിലൊക്കെ കുട്ടിക്കാലത്തെ പങ്കെടുക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഈ കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ കൂട്ടുകൂടി പാട്ട് പാടുക, എൻജോയ് ചെയ്യുക, ബാക്കിയുള്ളവർ പാടുന്നത് കേൾക്കുക, അതൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഇത് ചാലക്കുടി പുഴയാണ് കാണുന്നത്. അതുപോലെ ഇത് അന്നമനട ശിവരാത്രി മണപ്പുറമാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണപ്പുറവും ഈ പുഴയും ഇവിടെയൊക്കെ തന്നെയായിരുന്നു. പുഴയുടെ തീരത്ത് നിന്ന് ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നടക്കാൻ വരാറുണ്ട്. റീൽസ് കൂടുതലും ഈ ഏരിയയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഔട്ട്ഡോർ ചെയ്തിരിക്കുന്ന കൂടുതൽ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഏതാ പാട്ട് ഓർമ്മ വരും അങ്ങനെയാണെങ്കിൽ? പെട്ടെന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ പാട്ട്, പൂങ്കാറ്റിനോടും. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും, എൻ നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും,
പൂച്ചങ്ങലയ്ക്കുള്ളിൽ രണ്ടു മൗനങ്ങളെ നീർത്താമരത്താളിൽ പനി നീർത്തുള്ളികളായി ഒരു ഗ്രീഷ്മശാഖിയിൽ വിടരും വസന്തമായി പൂത്തുലഞ്ഞ പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ. സംഗീതം പഠിക്കാഞ്ഞതിൽ ഒരുപാട് ദുഃഖമുണ്ടോ സാറിന്? ശാസ്ത്രീയമായി പഠിക്കാഞ്ഞതിൽ? അതെ അതെ അതെ, എനിക്ക് സംഗീതം പഠിക്കാത്തതിൽ ഇപ്പോഴും ഒരു കുറ്റബോധം ഉണ്ട്. ദുഃഖത്തിനേക്കാളും കൂടുതൽ കുറ്റബോധമാണ്. കാരണം ചില സ്ഥലങ്ങളിൽ പാടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ തോന്നും കുറച്ച് നാൾ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സംഗതികളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ പാടാൻ പറ്റുമായിരുന്നു. മോശമൊന്നല്ല കേട്ടോ, അല്ല അങ്ങനെയല്ല, ഒരു കോൺഫിഡൻസ് ഫാക്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പാട്ടിനോട് അധികം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. ഞാനും പിന്നെ അധികം പഠിത്തത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ വന്നത്. പിന്നെ കോളേജ് ടൈമിലും ക്ലാസ്സിലൊക്കെ ആരെങ്കിലും ഇടയ്ക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ട് പാട്ടുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു ഹാബിറ്റ് ഫോം ചെയ്തിരുന്നു. ഞാൻ പാട്ട് പാടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു 2003 കാലഘട്ടം തൊട്ട് ഞാൻ ചുമ്മാ പാട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പിന്നീട് മൊബൈൽ വന്നപ്പോൾ മൊബൈലിലോ ഒക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതെവിടെയും പോസ്റ്റ് ചെയ്യാറില്ല. അത് ചുമ്മാ എനിക്ക് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ചിലപ്പോൾ ചില പാട്ടുകൾ 1-2 ക്ലോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. അവർ ചിലപ്പോൾ കുറ്റം പറയും, ചിലവർ അപ്രിഷിയേറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ നടന്നു. പിന്നെ ജോലി കിട്ടി ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ച് നാൾ വർക്ക് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ടൈം ആയി. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ അന്ന് ലാപ്ടോപ്പ് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് ഒരു ഫുൾ ഡേ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിരിക്കും. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിലുള്ള കുറേ പാട്ടുകൾ എനിക്ക് തോന്നിയ പോലെ ഞാൻ പാടും. അതിൻ്റെ അകത്ത് സംഗതികളുണ്ടോ അല്ലെങ്കിൽ ടെക്നിക്കലി കറക്റ്റ് ആണോ ഒന്നും അറിയില്ല. ചുമ്മാ അങ്ങനെ പാടി റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. അങ്ങനെ പിന്നെ ഫേസ്ബുക്കൊക്കെ വന്നെങ്കിലും അതിലൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമോ അങ്ങനെ ആരെയും കേൾപ്പിക്കണം എന്നൊരു തോന്നലോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്മ്യൂൾ എന്നുള്ള ആപ്പൊക്കെ വരുന്നത്. അതുപോലെ ഞാൻ വാട്സപ്പിൽ 1-2 മ്യൂസിക്കൽ ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടുള്ള മ്യൂസിക്കൽ ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടന്നു. അപ്പോൾ അങ്ങനെ സ്മ്യൂളിൽ നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് പാടാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് സോങ് പാടാമെന്ന് പറഞ്ഞിട്ട് അതിലത്തെ ഒരു മാധവേട്ടൻ എന്ന് പറഞ്ഞൊരു ആള് എല്ലാവരെയും കൂടി കോർഡിനേറ്റ് ചെയ്തൊരു പാട്ട് പാടാൻ തീരുമാനിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് വന്നൊരു പാട്ടായിരുന്നു. ഈ ഒരു വലിയ പാട്ട് ഒരു 5-8 പേര് കൂടിയാണ് അന്ന് പാടിയത്. അതിൽ ഓരോരുത്തർക്കും 1-2 വരികളേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാടിയത് വടക്കുന്നാഥയിലെ സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്ക ദേവ, ഈ വരിയ പാടിയത്. അപ്പോൾ ഇത് പാടിയിട്ട് ബേസിക്കലി അന്ന് വന്ന റെസ്പോൺസിൽ കുറച്ചുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി സന്തോഷം തോന്നാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന വരികൾ, ഞാൻ പാടിയ ഈ വരികൾ വളരെ ഭംഗിയായെന്നുള്ളതും എൻ്റെ പാട്ട് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേയധികം കമൻസ് അതിൻ്റെ അകത്ത് വന്നിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ആക്ച്വലി. മേ ബി ഇപ്പോഴത്തെ ഒരു നിലയിലേക്ക് ആളുകൾ ശ്രദ്ധിക്കപ്പെടാനുള്ള എൻ്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് അങ്ങനെ നടന്നു. പിന്നെ അതുപോലെ ഒരു പാട്ടും കൂടിയും പാടി. അത് ഈ പാട്ടായിരുന്നു, സ്വപ്നങ്ങളെ. അതിൽ ഞാൻ പാടിയത് ദൈവങ്ങളില്ല മനുഷ്യരില്ല പിന്നെ ജീവിത ചൈതന്യമില്ല, ആ ഒരു പോർഷനാണ് പാടിയത്. അതും അതുപോലെ ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അങ്ങനെ 1-2 വീഡിയോസ് നമുക്ക് വൈറലായിട്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അങ്ങയുടെ പാട്ടുകൾ കേട്ടിരിക്കുമ്പോൾ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കാനും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ആ ഭാവങ്ങളും ആ മുഖത്ത് വിരിയുന്ന ഇതുമൊക്കെ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് ചില ആളുകൾ
ഇഷ്ടപ്പെടാത്തവരുണ്ട്. എനിക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ല വീഡിയോയിൽ. നമുക്ക് സാധാരണ അങ്ങനെയാണല്ലോ. അല്ല, ചിലപ്പോൾ ഞാൻ തോന്നും എന്തോ ഗോഷ്ടികളായിട്ടായിരിക്കും ചിലർക്ക് നന്നായി തോന്നുന്നത്. പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു പാട്ടിനെ കഴിഞ്ഞാൽ ഇത് ഞാൻ ജെന്യൂൻ ആയിട്ടാണ് പാടുന്നത്. ഞാനൊരു അഭിനയിക്കാൻ എനിക്കറിയില്ല. ഇപ്പോൾ വൈഫൊക്കെ എന്നെ നിർബന്ധിക്കാറുണ്ട് എന്തെങ്കിലും റീൽ ചെയ്യണം. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാനെപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ ഒട്ടും നന്നാവില്ല. പക്ഷേ നാച്ചുറലി നമ്മൾ എന്താണോ അത് അതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഒരു ഫാക്ടർ അതായിരിക്കാം. പിന്നെ ഒരു കാര്യം ജന്മസിദ്ധമായിട്ടുള്ളത് ചിരിയാണ്. അത് പലരും പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് എങ്ങനെ പാടാൻ പറ്റുന്നു, അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്കറിയില്ല, കാരണം എനിക്കത് ജന്മസിദ്ധമായിട്ട് കിട്ടിയൊരു കാര്യമാണ്. എനിക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്നത് പാട്ടിനല്ല, ചിരിക്കാണ്. പുഞ്ചിരി മത്സരം എന്ന് പറയും. കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും കൂടിയിട്ട് എന്നെ മത്സരത്തിന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റുന്നത് പുഞ്ചിരി മത്സരത്തിനാണ്. അതിനെനിക്ക് സെക്കൻഡോ എനിക്ക് തോന്നുന്നു കിൻഡർ ഗാർഡൻ 1ാം ക്ലാസ് ആ സമയത്ത് ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള ഏതോ ഒരു പൊസിഷനിൽ എന്തോ സമ്മാനം കിട്ടിയതായിട്ട് ഓർമ്മയുണ്ട്. അതിൻ്റെ എപ്പോഴും ഫോട്ടോ വീട്ടിലിരിപ്പുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അങ്ങേ തിരിച്ചറിഞ്ഞു തുടങ്ങി അല്ലേ? അതെ. ഒരു സെലിബ്രിറ്റി ആയി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വന്ന് സംസാരിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരുപാട് ആളുകളില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ 1-2 ആളുകളൊക്കെ വന്ന് സംസാരിക്കും, പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ പേരൊന്നും അറിയണ്ടാവില്ല, പാട്ട് പാടുന്ന ആളല്ലേ, ഫേസ്ബുക്കിലുള്ള ആളല്ലേ, യൂട്യൂബിലുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. പേര് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഓക്കെ, പേര് ഇതാണല്ലേ, ഓക്കെ എന്ന് പറയും. പക്ഷേ ആ മുഖം കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം അമ്പലങ്ങളിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോവുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ കാണുന്നു, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതിലേക്ക് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ലോക്ക്ഡൗൺ, അപ്പോൾ ആദ്യം പറഞ്ഞ 2 പാട്ടുകൾ അങ്ങനെ വൈറലായതിനു ശേഷം പിന്നീട് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പാടി റെക്കോർഡ് ചെയ്തൊരു പാട്ട് എൻ്റെ അനിയത്തി അവൾ ഫേസ്ബുക്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നി ഈ പാട്ടായിരുന്നു അത്. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ, ആ പാട്ടായിരുന്നു. അപ്പം അത് വൈറലൊന്നും ആയില്ല. പക്ഷേ ലോക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ഞാൻ പാടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റുന്ന ഒരാളാണെന്ന് കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഒന്ന് മനസ്സിലായി. പിന്നെ അപ്പോൾ അതൊരു മോട്ടിവേഷനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ അപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നൊരു പ്രൊവിഷൻ അൺലിമിറ്റഡ് ആയി. അപ്പോൾ ജോലിക്ക് എനിക്ക് ആക്ച്വലി ഒരു 40-45 മിനിറ്റ്സ് വൺ സൈഡ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന് താഴെ ട്രാവൽ ടൈം ഉണ്ട്. ആ സമയമൊക്കെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കങ്ങനെ പാടാൻ കുറച്ചും കൂടി അവസരമായി. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിൽ 1-2 പാട്ടുകൾ പാടി തുടങ്ങി. ഫുൾ പാട്ടാണ്, ഇതുപോലെ ഷോർട്സ് ഒന്നുമല്ല, പക്ഷെ ഫുൾ പാട്ടുകൾ പാടി തുടങ്ങി. അതങ്ങനെ ചുമ്മാ പോസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ലൈക്കോ വ്യൂസോ ഒന്നുമില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ പാടി റെക്കോർഡ് ചെയ്യുന്നത് അത്യാവശ്യം വലിയ ഫയലുകളായിരിക്കും. ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരുപാട് സ്പേസ് ആവശ്യം വരും. ഇതാകുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് പ്രൈവറ്റായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് അങ്ങനെ ഒരു നല്ല ഓപ്ഷനാണെന്ന് വെച്ചിട്ട് കുറേ പ്രൈവറ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അങ്ങനെ നല്ലതെന്ന് തോന്നിയ 1-2 പാട്ടുകൾ പബ്ലിക്കാക്കി. അത് കുറച്ചൊക്കെ റീച്ച് ഉണ്ടായിരുന്നു. കുറച്ച് മീൻസ് വളരെ കുറച്ച്. പക്ഷെ കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചു. അതിൽ നിന്ന് ചില പാട്ടുകൾ, ഇപ്പോൾ അലീളം പൂ ഇല്ലിമുളം തേനോ തെങ്ങിളനീരോ തേൻമൊഴിയോ, ഈ പാട്ടൊക്കെ അത്യാവശ്യം ഒരുപാട് ആളുകൾ കേട്ടതാണ്. അപ്പം അങ്ങനെ കുറച്ച് പാട്ടുകൾ യൂട്യൂബിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അതേ പാട്ടുകൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഫേസ്ബുക്കിൽ അന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉള്ളൂ. പുറത്തു നിന്ന് അങ്ങനെ ആളുകൾ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. പിന്നീടാണ് ഇൻസ്റ്റാഗ്രാം വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ ക്യാമറ. പക്ഷേ ഈ ക്യാമറയ്ക്ക് പകരം ഞാൻ നല്ല ക്യാമറ ഫെസിലിറ്റീസുള്ള നല്ല ഫോണുകൾ, ഐഫോണോ അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള ഫോണുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് ക്യാമറ ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ചുറ്റും കാണുന്ന പടങ്ങൾ ഞാൻ പകർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ ഐ തോട്ട് അതൊരു പടം അല്ലെങ്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമാണെന്ന് വിചാരിച്ചിട്ട്
കുറേ ഫോട്ടോസ് അങ്ങനെ മൊബൈലിൽ എടുത്തതൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതങ്ങനെ ഫോട്ടോസിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു അക്കൗണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്തിരുന്ന അക്കൗണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രിപ്പ് പോയി. ഒരു 3-4 ട്രിപ്പ് പോയപ്പോൾ ഞാനൊരു പാട്ട് പാടി, ഒരു തമിഴ് പാട്ട് സെൽഫി മോഡിൽ എടുത്തിട്ട് ബാക്കിൽ ടീ എസ്റ്റേറ്റും ഒരു മലയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അത് ഈ പാട്ടായിരുന്നു. തെன்றൽ വന്ന് എന്നെ തോടും ആഹാ സത്തം ഇன்றி മുത്തം വീടും പകലേ പോയ്വിട് இரவே பாய்கோடு நிலவே பன்னீரை தூவி ஓய்வேடு தென்றல் வந்து என்னை தோடும் ആഹാ സത്തം ഇன்றி മുത്തം വീടും. അങ്ങനെ ഈ പാട്ട് പാടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ പോസ്റ്റ് ചെയ്തു. ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാം റെഗുലറായിട്ട് നോക്കുന്ന ആളൊന്നുമല്ല. ഒരു 1 വീക്കോ 2 വീക്സോ കഴിഞ്ഞ് ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുറേ വ്യൂസും അതുപോലെ കോമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു 500-1000 വ്യൂസൊക്കെ ഉള്ളൂ. അന്നത് ഭയങ്കര വലിയൊരു വ്യൂവർഷിപ്പായിരുന്നു എനിക്ക്. ഒരു 100 പേര് ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അന്ന്. കാരണം നമ്മൾ റൂമിലിരുന്ന് പാടുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഓടി നടന്ന് പാടുന്നതൊക്കെ അത്രയും 100 ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ റെഗുലർ ആകുമ്പോൾ നമുക്ക് കോണ്ടൻറ്റ്സ് കുറേ വേണം. അപ്പോൾ നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറയും, നമുക്ക് അതിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഷോർട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അങ്ങനെ എനിക്കിഷ്ടമായി. ഫേസ്ബുക്കിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനം പാടിയതിന് ശേഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അതുപോലെ ഓണം കഴിഞ്ഞിട്ട്, അത് ഓണത്തിനോടനുബന്ധിച്ച് ഗുരുവായൂർ പോയി. അപ്പോൾ നമ്മളെപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ ഒരു സന്തോഷം, നമുക്കൊരു എനർജിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ തിരിച്ചു വന്ന് ആ ഒരു ഫീൽഡിൽ പാടിയതാണ് യമുനയിൽ ഘരഹരപ്രിയാൻ്റെ ചരണം പോർഷൻ. അന്നത് പാടിയിട്ടത് ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും അത് നല്ല രീതിയിൽ അത് ആളുകൾ ശ്രദ്ധിച്ചു. അപ്പോൾ ആ പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും കൂടി ഒന്ന് പാടാവോ? അതിനെന്താ പാടാലോ. വേദങ്ങൾ മുക്തിദലങ്ങളല്ലോ, വേദന കർപ്പൂരനാളമല്ലോ, കണ്ണീരിലും നിന്റെ തൃക്കൈയിലും ഞാൻ വെണ്ണയായി കുഴയുന്ന പുണ്യമല്ലോ, കണ്ണാ ഞാൻ കൃഷ്ണ തുളസിയല്ലോ, യമുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൻ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. ഇവിടുന്നാണ് ഈ പാട്ടുകളൊക്കെ ജനിക്കുന്നത്. അതെ അതെ, ചില പാട്ടുകളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെൻ്റെ ഓഫീസ് വർക്ക് ഫ്രം ഹോം ഉള്ള സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇരുന്ന് പാട്ടും പാടും. അപ്പോൾ ഇവിടെ ഒരു ട്രൈപോഡ്, ഒരു ക്യാമറ, പിന്നെ മറ്റേ മിക്സർ, അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ വരും. അങ്ങനെ ഇവിടെ ഇരുന്ന് മൈക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മൈക്ക് ഫിക്സ് ചെയ്ത് ഇവിടെ ഇരുന്ന് പാടും. ചില പാട്ടുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ആംബിയൻസിലായിരിക്കും റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂമിലായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ എല്ലാ സമയത്തും നോയ്സ് ഫ്രീ ആയിട്ട് കിട്ടാറില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ മുകളിൽ റൂമിൽ അടച്ചിരുന്ന് പാടാറാണ് പതിവ്. ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് സാർ? ഈ വീട്ടിലിരുന്ന് പാടുന്നുണ്ട് ഞാൻ ചോദിച്ചതാണ്. ഫാമിലിയിൽ നിന്ന് അതിഭയങ്കരമായ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടും. അത് ആക്ച്വലി ആ സമയത്തുണ്ടല്ലോ, ഞാൻ പാടാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അവർ എന്നെ ശല്യപ്പെടുത്തില്ല. അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അത് മോളാണെങ്കിലും, ചെറിയ മോളാണെങ്കിലും, മോനാണെങ്കിലും, വൈഫാണെങ്കിലും, ആരാണെങ്കിലും അങ്ങോട്ട് വന്ന്, അപ്പോൾ നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം ശബ്ദമാണെങ്കിലും അവരത് കൺട്രോൾ ചെയ്യും. അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ പാട്ടാണെങ്കിലും അവർ കേട്ട അഭിപ്രായം പറയും. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും എല്ലാവർക്കും മ്യൂസിക് സെൻസ് ഉണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അതാണ് സപ്പോർട്ട് നമുക്ക്. പിന്നെന്താ, വരുമോ നമുക്ക് പരിചയപ്പെടാലോ. അപ്പോൾ ഇതാണ് കുടുംബം. ഇത് ഭാര്യ അഞ്ജലി, മോൻ ആദവ്, ശിവ, ആദ്യക്കൂട്ടെന്ന് ഞങ്ങൾ വിളിക്കും. മിനുഷ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. മിനുഷ്, ഞങ്ങളുടെ മിനുഷ്. വേദിക ശിവ എന്നാണ് ഞങ്ങളുടെ ശരിക്കുള്ള പേര്. അമ്മ വരും. ഇത് അഞ്ജുവിന്റെ അച്ഛൻ, അഞ്ജുവിന്റെ അമ്മ.
എൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററിന്റെ കൂടെയാണ്. എനിക്കൊരു അനിയത്തിയാണ് ഉള്ളത്. അവര് കാനഡയിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് പോയിക്കാണ്. അങ്ങനെ ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പ്. അഞ്ജുനോട് ചോദിക്കട്ടെ, ഈ പാട്ടുകളെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എല്ലാ പാട്ടും നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആസ്വദിക്കുന്ന ഒരു പാട്ടാണല്ലോ. അപ്പോൾ എനിക്ക് ഏത് പാട്ടാണെങ്കിലും ഇഷ്ടമാണ്. നല്ലപോലെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കുറേ പാട്ടുകൾ പാടുന്നുണ്ട്. ചില പാട്ടുകൾ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുകൊണ്ട്. പക്ഷെ എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടമുള്ളതായതുകൊണ്ട് നമ്മളതിങ്ങനെ ഓർത്തോർത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് കേൾക്കാനാണെങ്കിലും നല്ല അടിപൊളിയാണ്. അങ്ങനെ ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുറച്ചൊരു റൊമാൻറ്റിക് ടച്ച് ഉള്ള ഒരു പാട്ടാണ്, നിലാവിന്റെ നീലഭസ്മ എന്ന് പറഞ്ഞാൽ. നല്ലൊരു പാട്ടാണ്. പണ്ട് തൊട്ടേ, ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തൊട്ടേ, ഞങ്ങൾക്ക് പരിചയമുള്ള സമയം തൊട്ടേ ഈ പാട്ട് ഞങ്ങൾ പാടാറുണ്ട്. ഞാനല്ല, സോറി, ഭർത്താവ് പാടാറുണ്ട്. നന്നായിട്ട് പാടാറുണ്ട്. പാട്ടുകാരൻ അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, പാട്ടുകാരനാണെന്ന് അറിയാമായിരുന്നു. അതിന്റെ കൂടെ തന്നെ എല്ലാം കൂടെ ഒത്തൊരുമിച്ച് വന്നപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് വന്നു. നോക്കട്ടെ, നാലൊരു പേരെ പാടാം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. ഇതാണ് എൻ്റെ തറവാട്. ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്നതാണെങ്കിൽ അമ്മുമ്മ ചിറ്റയിലൂടെയൊക്കെയാണ്. അതിൽ ചിറ്റയും അമ്മുമ്മ ഇവിടെയുണ്ട്. ഞാൻ വിളിക്കാം. അമ്മുമ്മ, ചിറ്റ. അമ്മാവനും ഉണ്ട്. വരൂ. ഇതാണ് ചിറ്റ. ചിറ്റ, അമ്മുമ്മ, അമ്മാവൻ. ചിറ്റയുടെ വയത് രണ്ടുപേരും മൂളാൻ പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഏത് പാട്ട് പാടും? എനിക്ക് എപ്പോഴും എന്നെ മനസ്സിൽ തട്ടുന്നത് നമ്മുടെ സർഗത്തിലെ കൃഷ്ണകൃപാസാഗരാണ്. അത് പാടിക്കഴിയുമ്പോൾ ശരിക്കും ഭഗവാൻ ശരിക്കും അവിടെ അമ്മയെ ശരിക്കും വിളിക്കുകയാണ്. കിടക്കുന്ന ഒരു അമ്മയെ ശരിക്കും കൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ കണ്ണു തുറക്കുകയാണ് ആ പാട്ടിലൂടെ. അപ്പോൾ എന്ത് വിഷമം വന്നാലും ഞാൻ ആ പാട്ടാണ് എപ്പോഴും ഞാൻ അത് മനസ്സിൽ വിചാരിക്കുക. ആര് പെട്ടെന്ന് പാടാൻ പറഞ്ഞാലും എനിക്ക് അതാണ് മനസ്സിൽ തട്ടുന്നത്. കൃഷ്ണ കൃപാസാഗരം, കൃഷ്ണ കൃപാസാഗരം, ഗുരുവായൂർപുരം ജനിമോക്ഷകരം, ഗുരുവായൂർപുരം ജനിമോക്ഷകരം, കൃഷ്ണ കൃപാസാഗരം, കൃഷ്ണ കൃപാസാഗരം, മുനിജനവന്ദിത മുരഹരബാലം, മുനിജനവന്ദിത മുരഹരബാലം, മുരളീലോലം മുകുരകബോലം, മുരളീലോലം മുകുരകബോലം, അനന്തശയാനം അരവിന്ദനയനം, അനന്തശയാനം അരവിന്ദനയനം, വന്ദേ മധുസൂദനം, കൃഷ്ണ കൃപാസാഗരം, കൃഷ്ണ കൃപാസാഗരം. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വലിയ അംഗീകാരം. ഇപ്പോൾ നിങ്ങൾ എന്നെ തേടി വന്നതും, അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ ശ്രവിക്കുന്നതും, അല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണുമ്പോൾ ചേട്ടാ പാട്ട് നന്നാവുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ തന്നെയാണ് അംഗീകാരം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന ഫ്യൂച്ചറായി TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ ഇനിയും പാട്ടുകൾ കേൾക്കണം. ഇതിൽ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രൊഫൈൽ വന്ന് പാട്ട് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യണം. ഇനിയും കേൾക്കണം, കമൻസ് അയക്കണം. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറഞ്ഞോളൂ. എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അതും പറയുക. പറ്റുന്നതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ ഇനിയും സപ്പോർട്ടും സ്നേഹവും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു.